നമ്മൾ മണിക്കൂറുകളോളം കാത്തിരുന്ന കൊമ്പൻ പൊന്ന് ഗായ്സ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത് ഉച്ചയായപ്പോൾ കുവൈറ്റിലെത്തി. ചുമ്മാ അറിയണല്ല, അതെ നിങ്ങളെ കൂടെ കണ്ടോ, നമ്മളിത് കുവൈറ്റിലെത്തി, കുവൈറ്റ് സിറ്റിയിൽ. അതാണ് ഗായ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കാണും. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മാങ്കുളം ആനക്കുളം ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബാക്കി കാണുന്ന വഴിയുണ്ട്, ഈ വഴിയിലാണ് പോകുന്നത്. NH 85 തിരിഞ്ഞാണ് പോകുന്നത്. മച്ചിപ്ലാവിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് മാങ്കുളം വഴിക്കാണ് പോകുന്നത്. ഞാൻ വഴി കാണിച്ചു തരാം. ഇവിടേക്ക് ഈ വഴിയാണ്. അപ്പോൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാങ്കുളം ഭാഗത്തേക്ക് പോകണം. ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ ഈ വഴിയാണ് നമ്മൾ അടിമാലി മൂന്നാറൊക്കെ പോകുന്ന NH. ഇപ്പോൾ NH നിന്ന് നേരെ ഈ വഴിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ കൊരങ്ങാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ്. ലെഫ്റ്റ് തിരിഞ്ഞ് പോയാലാണ് മാങ്കുളം ആനക്കുളം ഭാഗത്തേക്ക് പോകും. നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാറ് കല്ലാർ ഭാഗമാണ്. ഇതാണ് പ്ലാമല. നമ്മൾ NH നിന്ന് കയറി വന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊരങ്ങാട്ടിയിലെത്തി. കൊരങ്ങാട്ടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ചും പോകുന്ന കഴിയുമ്പോഴാണ് പ്ലാമല. അപ്പോൾ ഈ പ്ലാമലയിൽ നിന്ന് ഇനി ഇപ്പോൾ ഒന്ന് റൈറ്റ് പോകണം. റൈറ്റ് പോകുമ്പോഴാണ് മാങ്കുളം പോണ വഴി. അപ്പോൾ നമ്മൾ ഇനി ഈ റൈറ്റ് വഴിക്കാട്ടോ പോകുന്നത്. നമ്മളിത് പോകുന്ന കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു ബോർഡൊക്കെ വെച്ചാണോ അതെ, മാങ്കുളം കല്ലാറ് മൂന്നാറൊക്കെ ബോർഡ് വെച്ചാണോ. ഇവിടുന്ന് ഈ വഴിയാണ് നമ്മൾ എവിടെ ഉണ്ടോ അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ നമുക്ക് ലെഫ്റ്റാട്ടോ പോകേണ്ടത് കണ്ടോ. ഈ വഴിക്കുന്ന ആളുകൾ പോകണുണ്ടോ, ആ വഴിക്ക് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. നിങ്ങൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കല്ലാറ് മൂന്നാറ് ഭാഗത്തേക്ക് പോകും. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. പ്ലാമലയും കൊരങ്ങാട്ടിയും കഴിഞ്ഞ് പോകുന്നത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതിലേക്ക് കടക്കാൻ പോകണം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ നല്ല അടിപൊളി തേയിലത്തോട്ടം കേട്ടോ. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടുന്ന് നല്ല അടിപൊളി തേയിലത്തോട്ടവും നല്ല ഫോട്ടോ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കണ്ടോ. അടിപൊളി തേയിലത്തോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. നമ്മൾ കുറച്ചങ്ങ് പോകുന്ന കഴിയുമ്പോഴാണ് അത് റൈറ്റ് പോകണയാണ് മൂന്നാറ് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറ് പോണ വഴി. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോണ വഴിയാണ് മാങ്കുളം ആനക്കുളം പോകുന്ന വഴി കേട്ടോ. വിരിവാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മാങ്കുളം സിറ്റിയിലേക്ക് എത്തിയിരിക്കും കേട്ടോ. മാങ്കുളം പള്ളിയൊക്കെയാണ് കാണുന്നത്. മാങ്കുളം സിറ്റി കഴിഞ്ഞിട്ട് കുറേ കൂടെ പോകണം ആനക്കുളത്തിന്. ഇതാണ് മാങ്കുളം സിറ്റി. നമ്മുടെ പോകുന്ന കഴിയുമ്പോൾ അടുത്ത സിറ്റിയാണ് മാങ്കുളം സിറ്റി. മാങ്കുളം പോകുന്നപ്പോഴാട്ടോ പോകുന്ന വഴിക്ക് കണ്ടാണ് അതേ ഒരു സിപ്പ് ലൈൻ കണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ സിപ്പ് ലൈൻ അങ്ങ് ലോങ് ഉണ്ട് കേട്ടോ, അങ്ങ് വരെ ലോങ് ഉണ്ട് കേട്ടോ. അതേ പോകുന്നുണ്ട് ആളുകൾ, നല്ല ഹൈറ്റിലാണ് പോണേ കണ്ടോ. കൂകി നൊലോളിച്ചാണ് പോകുന്നത് കണ്ടോ. കൊള്ളാം. മേഘങ്ങളുടെ തെങ്ങും അടിപൊളി കണ്ടോ. നമ്മളിങ്ങനെ ചെയ്തോണ്ട് കേട്ടോ അത് കാണാൻ പറ്റുന്നത്. ഇത്രയും ദൂരേക്കൂടെയാണ് അവർ പോകുന്നത് കേട്ടോ. നമ്മൾ സൂം ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കാണാൻ പറ്റിയത്. അവിടെ പോയി ഇറങ്ങും അവർ കണ്ടോ. നമ്മൾ മാങ്കുളമൊക്കെ കഴിഞ്ഞ് കുറേ ഇറക്കം ഇറങ്ങി വന്നപ്പോൾ അത് കണ്ടോ. ഇവിടെ നിന്നാണ് കണ്ട കുറത്തിക്കുടി ആനക്കുളം കുവൈറ്റ് സിറ്റി പെരുമ്പംകുത്ത് വാട്ടർഫാൾസ് പോകുന്ന വഴി. അപ്പോൾ ഈ നേരെ കാണുന്ന വഴിയുണ്ടോ, ജീപ്പ് തന്നെ വഴിയുണ്ടോ, അതാണ് കുറത്തിക്കുടിയിലേക്ക് പോകുന്ന വഴി. ഇപ്പോൾ പുതിയ KSRTC ബസ് റൂട്ടൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിഷയങ്ങളൊക്കെ ആയി എന്നൊക്കെ നിങ്ങൾ വാർത്ത കണ്ടുവിടും. ആ റൂട്ടാണത്. ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്, ആനക്കുളത്തേക്ക് പോകേണ്ടത്. ഇറങ്ങി വന്നപ്പോൾ കണ്ടോ ആനക്കുളം നേരെ 6-ാം മൈൽ 50-ാം മൈൽ. ഇവിടുന്ന് ഒരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റായിട്ട് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പുഴ കണ്ടു. പക്ഷേ പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ല, വറ്റി വരണ്ട് സെറ്റായി കിടക്കുക കണ്ടോ. അവിടെ തുമ്പത്തെ കുറച്ച് വെള്ളമുണ്ട്, അല്ലാതെ വെള്ളമൊന്നുമില്ല കേട്ടോ. അത് കാട് പിടിച്ചെടുക്കുന്നത് ഏർമാടമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിത് കുവൈറ്റ് സിറ്റിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പുഴയൊക്കെ കിടക്കണേ കണ്ടോ. ഇതാണ് കുവൈറ്റ് സിറ്റി. ഇവിടെ ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ അങ്ങനെ കുവൈറ്റ് സിറ്റിയിൽ നമ്മൾ എത്തിയിരിക്കണം കണ്ടോ കാഴ്ച. ഇവിടെ നേരെ തന്നെ കേട്ടോ. ഇനി നേരെ അങ്ങോട്ട് കയറ്റാണ്. ഇവിടെ ഒരു സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകരുത്. റൈറ്റ് തിരിഞ്ഞ് പോകണ വഴി എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഇവിടെ മാങ്കുളം എന്ന് ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ. മാങ്കുളമല്ല, ആനക്കുളം എന്ന് ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് നേരെ തന്നെ വേണം. റൈറ്റ് വഴിക്ക് നിങ്ങൾ പോകരുത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് കയറ്റാണ്. ആ കയറ്റം കയറി നമുക്ക് പോകണം. അപ്പോൾ ഇതാണ് കുവൈറ്റ് സിറ്റി എന്ന് പറയുന്നത്. ആനക്കുളം എത്തിയിരിക്കും കേട്ടോ കണ്ടോ. ഇതാണ് ആനക്കുളം സിറ്റി കണ്ടോ. ഇവിടെ കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ടോ. ഇവിടെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 3 മണി ആയുള്ളൂ. വൈകിട്ടാകുമ്പോഴത്തേക്കാണ് ആന വരുള്ളൂ. ആന പിന്നെ സ്ഥലം ആൾക്കാരൊക്കെ നടന്നതിൻ്റെ അവിടെയാണ്, ഗ്രൗണ്ടാണ്. ഇപ്പോൾ ആന എന്തായാലും വരില്ല, വൈകിട്ടാണ്. വൈകിട്ട് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം കണ്ടോ. ഇവിടെ വണ്ടികളൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. ഐസ്ക്രീം ജീപ്പ് കടകളെല്ലാം തന്നെയുണ്ട് കണ്ടോ.
ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ വൈകുന്നേരം പാട്ടൊക്കെ വയ്ക്കും. ഉണ്ടോ? ഇവിടെയാണ് ആന വരുന്ന സ്ഥലം. അപ്പോൾ ആനയില്ല, വൈകിട്ടാകുമ്പോഴത്തേക്ക് വരുള്ളൂ. ഉണ്ടോ? അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി നിൽക്കാൻ പറ്റും. ഞാൻ നിൽക്കണം കണ്ടോ? അതെ, എൻ്റെ ബാക്കിൽ കണ്ടോ? ഇവിടെയാണ് ആന വന്നെ വെള്ളം കുടിക്കാൻ വരുന്നതും. ബാക്കിലെ കാടിൻ്റെ അങ്ങന്ന് മേളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നെ ഈ വഴിക്കാട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് മാത്രമാണ് ഇപ്പോൾ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ ഇറങ്ങി വരാൻ പറ്റില്ല. നമ്മൾ എൻ്റെ ബാക്കിൽ അങ്ങ് കടയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അവിടെയാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ സമയം നമ്മൾ വന്നപ്പോൾ ഒരു 3:30 ആയുള്ളൂ, 3:30 ആയുള്ളൂ. ഇന്നലെ ഒരു 6:30 ആയപ്പോഴാണ് ആന വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, കട്ട വെയിറ്റ്. കുറച്ച് കഴിയുമ്പോൾ അവിടെ കണ്ടോ, അവിടെ കയറിയിരിക്കണം. ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളോട്ട് നമ്മൾ ഇറക്കില്ല. ഇതുണ്ടോ, ഇത് ഫുള്ള് ആനപ്പിണ്ടാണ് കിടക്കണുണ്ടോ? അത് കണ്ടോ, ഇവിടെ നിറച്ച് ആന വന്ന് തവിട്ട് കൂടിയൊക്കെ ഇട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അത് ആനപ്പിണ്ടത്തിൻ്റെ ബഹളമാണ് ഇവിടെ. കണ്ടോ? കണ്ടോ, ഇവിടെ വെള്ളമുണ്ട് കേട്ടോ കുറച്ച്. വെള്ളത്തിലൊക്കെ ആനപ്പിണ്ടത്തിൻ്റെ കിടക്കണോണ്ട് ചാണകം പോലെ കിടക്കും. നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റണില്ല. ഇങ്ങോട്ടൊക്കെ നിറച്ച് കാടാണ്. വന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ആളുകളെല്ലാം വന്ന് നിൽക്കണം കേട്ടോ. കണ്ടത് എല്ലാവരും വന്ന് ഇവിടെ നിൽക്കുകയാണ് കാണാൻ വേണ്ടി. കണ്ടോ, ഇവിടെ വിറകടുപ്പി കത്തിക്കണേ പോകാനുണ്ടോ. അപ്പോൾ നല്ല അടിപൊളി ബോളി, ചായയും ഓംപ്ലേറ്റ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ, ഇവിടെ അമ്മച്ചക്ക് ബോളി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഓംപ്ലേറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുള്ള് ആളായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. നിറച്ച കടകളാണ് ഫുള്ള്. കണ്ടോ, ബോളി സാധനങ്ങളൊക്കെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിറച്ച് ഒരു എല്ലാവരും കടകളൊക്കെ ആയിരിക്കും, ഫുള്ള് കടകളായിരിക്കും. എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട്. വലിയ ഹോട്ടലുകളുണ്ട്. ഇവിടെ മൊത്തം റൂംസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഐസ്ക്രീം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിപ്പെരുന്നാളൊക്കെ വരുന്ന ഒരു അവസ്ഥ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ഐസ്ക്രീം മേടിക്കുകയാണ്. നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ അത് ഐസ്ക്രീം മേടിക്കണേ. പേരെങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ? ജിൻസ് ആണോ? ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആനനെ കാണാം. ഇന്നലെ എപ്പോഴാണ് ആന വന്നത് ഇവിടെ? 6:30. ഒത്തിരി വന്നായിരുന്നോ? 11 ആവുന്നല്ലേ? ഇന്ന സമയത്തായിരിക്കും വരുള്ളൂ അല്ലേ? ഓക്കെ. നമുക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നാൽ ആന വന്നോളം വരെ വെയിറ്റിംഗ് ആണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ചൂടുണ്ടാവും. പോകാൻ വഴിക്ക് നല്ല ചൂടില്ലായിരുന്നു. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ വന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. വെള്ളമൊക്കെ നേരത്തെ വന്ന് കണ്ടത് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുവാണ്. അവിടെ മൊത്തം ആനപ്പിണ്ടം കിടന്ന് കലങ്ങി മറിഞ്ഞെടുക്കുമ്പോൾ. പക്ഷേ എന്നാലും ദൂരെ നിന്ന് തന്നെ ആളുകളാണ്. എല്ലാവരും ഇറങ്ങി വെള്ളത്തിലൊക്കെ നിൽക്കണുണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്, ആളുകളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ വന്നു തുടങ്ങി. നമ്മൾ വന്നപ്പോൾ ഇത്ര ആളില്ലായിരുന്നു. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആനനെ കാണാൻ വേണ്ടി KSRTC ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. നിറച്ച ആളുകൾ കേട്ടോ. അങ്ങോട്ട് ഫുള്ള് തിരക്കാണ്. ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. ഇതുപോലെ സമയം ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. എന്നാലും എല്ലാം നേരത്തെ വന്ന് കിടക്കുക. ഇവിടെയൊക്കെ വണ്ടികളായുണ്ട്. എല്ലാവരും കാണാൻ വേണ്ടി ഇപ്പോൾ ഒരു ഓർത്ത് നോക്കിയിരിക്കുകയാണ്. എല്ലാവരും കട്ട വെയിറ്റിങ്ങിൽ അതെങ്ങനെ കണ്ണ് നട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ താരം വരും. പുള്ളി അവിടെ വന്നിട്ട് എല്ലാം വീക്ഷിക്കണേ. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, തന്നെ കൂടെ വരാത്തത് ഉണ്ടോ. പതുക്കെ ഇറങ്ങി നോക്കണം കേട്ടോ. എന്നിട്ട് വേണം പതുക്കെ ഇറങ്ങി വരാൻ. എല്ലാവരും മൊബൈലൊക്കെ പിടിച്ച് ആകാംക്ഷയോടെ നിൽക്കണ്ടോ. ഒരു രാജാവ് പോലത്തെ ഒരു സംഭവം ഇപ്പോൾ വരും. അതിനെ കാണാനുള്ള ആകാംക്ഷയാണ്. ആട്ടെ ആ വരവുണ്ടോ? പുള്ളി ആദ്യം ചെക്ക് ചെയ്യാൻ വന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എല്ലാവരും വീക്ഷിക്കട്ടോ. ഇവിടെ എന്നാ നിൽക്കണേ സംഭവം. ആ കൊമ്പനൊരു 6 മണിയായപ്പോഴത്തേക്കും വന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നത്. ആദ്യം വന്നത് എന്താണോ വന്നിട്ട് അപ്പം തന്നെ വിട്ട് കയറി പോവുകയും ചെയ്തു കേട്ടോ. അവരൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറിക്കോട്ടോ. കുറച്ച് ആനകൾ 2-3 എണ്ണം അങ്ങോട്ട് കയറി പോയിണ്ടായിരുന്നു കേട്ടോ. അതുങ്ങൾ കയറി പോയേണ്ട തിരിച്ചു വരും. ഇറങ്ങി വന്ന വെള്ളത്തിൽ
ഇനി കുറച്ച് പേരും കൂടെ വരാൻ കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ദൈവമായ കുത്തൂറിനെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത്ര അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്ന ആനക്കുളത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വരുമ്പോൾ ഇവന്മാരെല്ലാം അങ്ങനെ തിരിഞ്ഞു പോകട്ടത് ഓടും കേട്ടോ. കയറി പോകണം, അത് പേടിച്ചതായിരിക്കും. ആ തന്നെ ആനയ്ക്ക് ഒരു കൊമ്പുള്ളൂ കേട്ടോ. അതിനെ കണ്ടപ്പോൾ ഇവന്മാർ പേടിച്ച് ഇതേ കയറിപ്പോണ്ട്. അടുത്തവൻ ഇതേ ഓടും കേട്ടോ. അത് ഓടി 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 ഇതേ പോകണം. കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല, അടിബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഓരനോടെ ഇറങ്ങി വരുന്നുണ്ട്. ആദ്യം കയറിപ്പോയതിൻ്റെ കൂടെ ഉള്ളവനായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. വരണവരുണ്ട്, കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ആ അതിൻ്റെ കുറേ കൂടെ വരണം വരുന്നുണ്ട്. ആ ഒരു കുഞ്ഞുകൂടെ വരുന്നുണ്ട്. ആ കുഞ്ഞുള്ളതുകൊണ്ടാണ് അത് കയറിപ്പോയത് കണ്ടോ. കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെയാണ് കാണുന്നത് കണ്ടോ. നടുക്ക് നിൽക്കണ കുഞ്ഞാന കണ്ടോ. വരുന്നുണ്ട് ഗൈസ് കണ്ടോ. തീരെ കുഞ്ഞു കേട്ടോ. 4 വന്നു. അതിൽ നടുക്ക് കണ്ടോ നോക്കി. അതാണോ ഒരു തീരെ കുഞ്ഞുണ്ട്. കുഞ്ഞത് ആ കുഞ്ഞുള്ളതുകൊണ്ട് എല്ലാവരും പ്രൊട്ടക്ഷൻ ചുറ്റും നിൽക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കണേ കണ്ടോ. വരുന്നുണ്ട് ആണോ. കുഞ്ഞിനെ കൊണ്ട് വരുന്നുണ്ടോ. ഒരു കൊമ്പനാദ്യം കയറി പോയിട്ട് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ആണോ. നടുക്ക് നിർത്തിയായിട്ട് കൊണ്ടുതന്നെ. ഇപ്പോൾ 3, 3, 6, 7 ആനകളായിട്ടോ. 7 പേര് വന്നു ഉണ്ടോ. കുഞ്ഞിനെ കൊണ്ടുവന്നുണ്ടോ. നടുക്കാണ് നിൽക്കുന്നത്. ഭയങ്കര കരുതലോടെ കൊണ്ടുവന്നെ കേട്ടോ. തൊട്ട് വിളിക്കുന്നുണ്ട്. ഞങ്ങളെത്തി. കുഞ്ഞുണ്ട്. അയ്യോടാ തീരെ കുഞ്ഞാടാ കണ്ടോ. എന്ത് രസം നോക്കി. 7:51 സമയം. 7:51 കേട്ടോ. ഞാൻ 9 മണിയായിരുന്നു ആദ്യം ഓർത്തെ. 7:50 ഓരോട് വരുന്നുണ്ട് കേട്ടോ സൈഡിൽ നിന്ന്. അപ്പോൾ 8 പേരായി. ഇനി ഇതുപോലെ ഇങ്ങനെ വരാനുണ്ട് കണ്ടോ. നിങ്ങൾ സൈഡിലോട്ട് നോക്കി കണ്ടോ. വരുന്നുണ്ടോ. ഉണ്ട് തീരെ കുഞ്ഞതും അതിൻ്റെ കുറച്ച് വലിപ്പമുള്ള ഓർമ്മയുണ്ട്. ആണോ കൊണ്ടുപോകണുണ്ടോ. അല്ലാതെ എല്ലാം അപ്പുറത്തും ഇപ്പുറത്ത് നിന്നാണ് കൊണ്ടുപോകണം. വെള്ളത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാം വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് കയറി പോകാമെന്നാണ് തോന്നണം കേട്ടോ. ടാറ്റയൊക്കെ പറഞ്ഞ് കര കയറി കുറച്ച്. അപ്പോൾ അമ്മമാർ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകാം. അപ്പോൾ നമ്മൾ ആനക്കുളത്തിൽ നിന്നുള്ള ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നമ്മൾ 3 മണിക്ക് വന്ന് ഇവിടെ നിന്നാണ്. 3 മണിക്ക് ഈ സമയം വരെ നിന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കാഴ്ചകൾ. നമ്മൾ കാത്തു നിന്നതിൻ്റെ ഫലം കിട്ടി എന്തായാലും. ഇത്ര നേരം നിന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആനക്കുളത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യം വരും. അതുവരെ എല്ലാവർക്കും ബൈ.